അപ്പൊ ഇന്നാണ് ചുമ്മാ സ്കോഡായിട്ട് ഒരു ബിആർ ഒക്കെ മാച്ച് കളിക്കാന്നൊക്കെ വിചാരിച്ചായിരുന്നു. ഞാനുണ്ട് നമ്മുടെ സ്കോഡ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ സ്കോഡൊക്കെ ആയിട്ടാണ് ഒരു ബിആർ മാച്ച് ഒക്കെ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്ലോക്ക് ടവറിലൊക്കെ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ സൗൾ മാത്രമേ ക്ലോക്ക് ടവർ ഇറങ്ങിയിട്ടുള്ളൂ. വന്നപ്പോൾ തന്നെ ഒരു പ്ലെയർക്ക് റേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ പ്ലെയർ നോക്കുകയാണെങ്കിൽ അങ്ങ് ഡൗൺ ഒക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫിനിഷും ആക്കി. പിന്നെ നമ്മുടെ ടീമേറ്റ് സൗളാണ് ചത്തിട്ടുണ്ടായിരുന്നു. ഈ ബ്ലാക്ക് ഹൗസിന് മേളിലാണ് പ്ലേയേഴ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കില്ല അങ്ങോട്ട് കയറി പോയിട്ട് അടിക്കാൻ നോക്കാന്നൊക്കെ വിചാരിച്ച് കയറി പോയപ്പോഴാണ് ആ പ്ലെയറിനെ കണ്ടാവില്ല. പിന്നെ താഴേക്ക് ഇറങ്ങി പോയപ്പോഴാണ് ഇതേ ആ സ്കേറ്റിംഗ് ബോർഡിലൊക്കെ പോകണ്ടായിരുന്നു. പിന്നെ ഒരു ഷോട്ട് കൊടുത്തപ്പോൾ തന്നെ ആ പ്ലെയർ എന്നെ അങ്ങ് നോക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചത്തപ്പോൾ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ സൗളിന്റെ സ്പെക്കിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൗളിന്റെ സ്പെക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ പ്ലെയർ ആണ് നമ്മുടെ സൗളിനെ നോക്കാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല ഒരു പട്ടിച്ചോ ലോലിമോട്ട് ഇത് കഴിഞ്ഞപ്പോൾ ഒരു ടീമേറ്റ് വന്നിട്ടാണ് കുറെ ലോലിമോട്ട് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിനുള്ള റിവെഞ്ച് മാസമായിട്ട് തന്നെ കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റിവെഞ്ച് എടുക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ ആ പ്ലെയർ ആണ് മേഘ വെച്ചിട്ടാണ് കുത്തി പിടിച്ച് കൊന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ അവന് കുറെ ലോലിമോട്ട് ഇട്ട് പിന്നെ കുറെ ചെണ്ട കൊട്ട ഇമോട്ട് ഉണ്ട്. പിന്നെ അവന്റെ ടീമേറ്റ് എന്ന് പറഞ്ഞാൽ ഫിനിഷ് ആക്കുന്ന പോലത്തെ ഒരു മൂഞ്ചി ഒരു സംഭവം ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ തന്നെ സൗളിനെ പിന്നെ റിവ്യൂ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സ്കോഡായിട്ട് അങ്ങ് വൈപ്പാക്കാന്നൊക്കെ വിചാരിച്ചിട്ട് വന്നിട്ട് അപ്പോൾ ആ പ്ലെയർ ഇമോട്ട് ഇട്ട പ്ലെയറിന് തന്നെ നമ്മൾ ഫസ്റ്റ് ടൈം അങ്ങ് നോക്കൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ ലൈക്ക് അടിക്കാത്ത മറ്റന്മാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങ് ലൈക്ക് അടിക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ കില്ല് എനിക്ക് കിട്ടില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെയിറ്റ് ആക്കിയപ്പോൾ തന്നെ കില്ല് നമുക്ക് തന്നെ കിട്ടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇമോട്ട് ഇട്ട കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഒരുത്തരോട് ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ നോക്കുകയാണെന്ന് ബ്ലാക്ക് ഹൗസിനുള്ള ഒളിച്ചിരിക്കേണ്ടായിരുന്നു. പാവ പേടിച്ചെന്ന് തോന്നുന്നു. പിന്നെ കുറെ കുത്തി പിടിച്ചപ്പോൾ എന്നെ അവൻ നോക്കൊക്കെ ആക്കിയിരുന്നു. അപ്പോൾ നമ്മുടെ സൗൾ എന്ന് പറഞ്ഞാൽ പറന്ന് വന്നിട്ടാണ് അവനങ്ങ് നോക്കാക്കിയിട്ട് നെഞ്ചത്തിന്റെ ഒരു ഫ്ലാഗ് ഒക്കെ കുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നെ റിവ്യൂ അടിച്ചപ്പോൾ തന്നെ ഒരു ബായ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റിവെഞ്ച് ഒക്കെ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ശരി തട്ടി വീട്ടിൽ കാണുന്നവരും ഓക്കെ ബൈ.